ചേട്ടാ യുദ്ധം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പലർക്കും. പക്ഷെ എനിക്ക് ജഗദീഷ് പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാരം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും. ഞാൻ പറഞ്ഞത് തെറ്റി, തമിഴ് പടമല്ല മലയാളം തന്നെയാ. പിന്നെ അവിടെ അങ്ങോട്ട് പോയി രണ്ട് വാക്ക്. റോബോട്ട് റോബോട്ട് യന്ത്രം. മമ്മൂക്ക് എന്നെ ചീത്ത പറഞ്ഞു. വളരെ സന്തോഷമായി, വളരെ ഹാപ്പി ആയിരുന്നു. മമ്മൂക്ക ഇനിയും പറയും അവൻ ഹാപ്പി. എന്തെല്ലാം മമ്മൂക്ക ഞാൻ ടൈപ്പ് ചെയ്ത് എനിക്ക് വായിക്കാൻ പറ്റണ്ടായി. ലാസ്റ്റ് ക്യാരക്ടറാണ്. നമ്മളൊന്നും പറഞ്ഞില്ല. എത്ര വേർഡ്സ് ഉണ്ട് സിനിമയുടെ പേരില്? 2 വേർഡ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് നക്ഷത്രഭൂമി. 4-ാം മുത്ത്. തിരനുരയും മുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. ഹായ്, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. സാധാരണ ഇങ്ങനെ വെൽക്കം പറയാറുള്ളത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ വെച്ചിട്ടാണ്. പക്ഷെ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിലല്ല, പുറത്താണ്. പക്ഷെ നമ്മുടെ കൂടെ സ്റ്റുഡിയോ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ആൻഡ് ഈ സ്റ്റുഡിയോയിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് കുറച്ച് ധീരന്മാരാണ്. ആ ധീരന്മാരെ കാണണ്ടേ? വാ. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ പരിപാടിയും ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങാൻ പോവാണ് വിത്ത് ടീം ധീരൻ ക്യൂ സ്റ്റുഡിയോ. ഈ നമ്മൾ ഇതേപോലത്തെ ഒരു ട്രാവലും തന്നെയാണ് ധീരൻ സിനിമ എന്ന് തോന്നുന്നു അല്ലേ? ഇതേപോലത്തെ ട്രാവലാണ്, പക്ഷെ വണ്ടി വ്യത്യാസമാണ്. ഇതല്ല ആംബുലൻസ് ആണെന്ന് മാത്രം. അല്ല, ഇത് സെയിം അല്ലേ? ഇത് ആംബുലൻസ് അല്ലേ? അല്ലല്ല, ഇതല്ല. ഇത് ആംബുലൻസ് അല്ല. സൈസ് സെയിം ആണ്. നമുക്കൊരു ചെറിയൊരു ആദ്യത്തെ ഒരു സെഗ്മെന്റ് അങ്ങോട്ട് തുടങ്ങിയാലോ? തീർച്ചയായും ആരംഭിക്കാം. ഓക്കെ, ഈ ധീരൻ സിനിമ നമുക്ക് പേരായിട്ട് തന്നെ അറിയാം, ധീരന്മാരുടെ കഥയായിരിക്കും. പല ഡിഫറെന്റ് ടൈപ്പ് ധീരന്മാരുണ്ട്. എന്നാലും നമ്മൾ ധീരനല്ലാത്ത ചില പരിപാടികൾ നമുക്ക് ഉണ്ടാവും. അതായത് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ചില കാര്യങ്ങളോട് ചെറിയ പേടി ഉണ്ടാവുമല്ലോ. ചില കാര്യങ്ങൾ മാത്രമേ ധൈര്യം ഉണ്ടാവാറുള്ളൂ, ബാക്കി മൊത്തം പേടിയാണ്. അപ്പൊ എളുപ്പമായാലും നമുക്ക് അങ്ങനെയാണെങ്കിൽ മനോജ് ചേട്ടനെ തുടങ്ങാം. മനോജ് ചേട്ടന് ഇച്ചിരി ധൈര്യം കുറവുള്ള ഒരു കാര്യം എന്തായിരിക്കും? പെൺപിള്ളേരോട് ഐ ലവ് യു പറയാൻ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രണയങ്ങൾ നഷ്ടപ്പെട്ടു. അശോകേട്ടന്റെ ഒരു പ്രധാന പേടി എന്താ? ഇപ്പോഴും അപ്പോഴും എപ്പോഴും പേടിയാ എനിക്ക്. എന്തിനാ പേടി? എനിക്ക് ഇവരെല്ലാം പേടിയാ എനിക്ക്. അതല്ല, അല്ല വേറെയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ധൈര്യമായിട്ടൊന്നും പറഞ്ഞു. അല്ല ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജഗദീഷ് ചേട്ടൻ ഇല്ലാന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ ഫുൾ കോൺഫിഡൻസ് എല്ലാവരും ഉത്സവമായിരുന്നു. അതെ, കേട്ടല്ലോ ജഗദീഷ് ചേട്ടാ, കേട്ടല്ലോ. അഭിപ്രായം പറഞ്ഞാ കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ ജഗദീഷ്. അതെ, മിസ്സിംഗ് ജഗദീഷ് ചേട്ടാ, മിസ്സിംഗ്. ഞങ്ങൾക്കുള്ള ദുഃഖമുണ്ട് സത്യം. അല്ല ചിലർക്ക് വലിയ സന്തോഷമുണ്ട് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ. വിനീതന്റെ പേടി എന്ന് പറഞ്ഞ സ്പീഡ് ഭയങ്കര പേടിയാന്ന് പറഞ്ഞത് അല്ലേ? ഞാൻ ചില പ്രൊഡക്ഷൻ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് പറ്റില്ലെന്ന്. അതിലൊരു ടെക്നിക്ക് ഉണ്ട്. മൈക്കൊന്നും കൊടുക്കുക ജനറലി ഇങ്ങനെ നമ്മള് ചിലർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ പറഞ്ഞാല്. They won't like it. പക്ഷെ ഞാൻ പറയാം എനിക്ക് ഭയങ്കര ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണ്. ഞാൻ പെട്ടെന്ന് വോമിറ്റ് ചെയ്യും കാറില്. സ്പീഡ് നമുക്കവിടെ യാത്ര ചെയ്തിട്ടില്ലേ? പണ്ട് എന്റെ നമുക്ക് ഭയങ്കര സ്പീഡ് പറക്കും. പറപ്പിക്കല്ലേ? ആ പുള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് റോഡിൽ വന്നാലും വഴിയെ പോകുന്ന ചീത്ത വിളിക്കും. അതാണ് നമുക്കാണ് ഒരു സ്പെഷ്യാലിറ്റി. മൂന്ന് പോക്കുണ്ടല്ലോ, അവൻ കാരണമല്ലേ ഇപ്പൊ ഞാനിങ്ങനെ ആയെന്ന് പറയും. ആക്ച്വലി നമ്മളെ കാരണത്തിൽ നമുക്കറിയാം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമ്മുടെ വല്യാട്ടിന്റെ സമയത്തൊക്കെ ഓട്ടോക്കാരന് ചീത്ത പറഞ്ഞു. ഓട്ടോക്കാരൻ ചെറ്റിപ്പോയി. ഓട്ടോക്കാരൻ വളരെ ഹാപ്പി. മമ്മൂക്ക് എന്നെ ചീത്ത പറഞ്ഞു. വളരെ സന്തോഷമായി, വളരെ ഹാപ്പി. മമ്മൂക്ക ഇനിയും പറയും. മമ്മൂക്കനെ നിർമ്മിക്കുന്ന അവൻ ഹാപ്പി. എന്തെല്ലാം വിനോദാഭാസങ്ങളാണ്. നമുക്ക് അതെ, കണ്ടപ്പോ പെട്ടെന്ന് മമ്മൂക്ക. ഞാൻ കുറെ യാത്ര ചെയ്തിട്ടുണ്ട് മമ്മൂക്കയുടെ കൂടെ. ഈ സൈഡിൽ കൂടെ ഒരു ക്യാമറ പാസ് ചെയ്യുന്നുണ്ട്. അവിടെയുണ്ട്. അല്ല ഞാൻ ഇപ്പൊ ചോദിക്കായിരുന്നു, പേടി മാറ്റാൻ ആശിഷ് വിദ്യാർത്ഥിയെ വിളിക്കണോ? ഇവനും ഞാനും വിനീതും ഞാനും സർഗത്തിന് 45 ദിവസം ഒരു റൂമില്. ഞങ്ങള് സമൂഹം എന്ന് പറഞ്ഞ സത്യനന്ദിക്കാണ്ട് പടത്തിന് ട്രിവാൻഡ്രം ഗീതയില് 10-25 ദിവസം ഒരു റൂമില്. ഞങ്ങള് ദുബായില് റൂമില്, ദുബായ് പ്രോഗ്രാം, അമേരിക്കയില് 10-35 ദിവസം പ്രോഗ്രാം. അതായത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു ചുരുക്കം പറഞ്ഞാൽ. പക്ഷെ മനോജിന് എന്റെ ഒരു അതൊരു ഭയങ്കര സംഭവം. ഇവൻ ഈ കുട്ടിക്കാലം ഈ കുടിശപ്പേടില് ഊട്ടിയിലൊക്കെ പഠിച്ചോണ്ടേ അവിടെയൊക്കെ പിള്ളേർ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ തന്നെ കഴിയണമെന്നാണല്ലോ കേൾക്കുന്നുണ്ടോ നിങ്ങള്? അപ്പൊ നമുക്കൊന്നുമില്ല, നമ്മള് വലിച്ച വാരി അവിടെ ഇടും, ലോണ്ടറിക്ക് കൊടുക്കും, അല്ലെ വീട്ടിൽ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെയാണല്ലോ. ഇവനെങ്ങനെയാന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിറങ്ങി വന്നാൽ ഒരു ഹാങ്ങർ എടുക്കും. ഹാങ്ങറിൽ 3 ജെട്ടി. അപ്പൊ ഇങ്ങനെ വരുമ്പോ എനിക്കത് ഈ കാക്കാത്തിയൊക്കെ ജ്യോതിഷത്തിന് വരുന്ന പോലെ ഈ തത്തയും കൊണ്ട് വരില്ല, അതുപോലെ 3 ജെട്ടിയായിട്ട് ഉടക്കം. ഞാൻ ഇതെന്താ മനോജ് ഇങ്ങനെ നമ്മൾ ചെയ്യണം മനോജ്, നമ്മൾ ഒരിക്കലും നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ഈ ലോണ്ടറി കൊടുക്കരുത്, ഭയങ്കര അസുഖങ്ങൾ വരും, നിങ്ങൾക്ക് അറിയില്ല, ബാക്ടീരിയ ഫംഗസ് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് നീ എന്ത് പറഞ്ഞാലും ഞാൻ കഴുകുതരാം. അപ്പൊ ഇവൻ പറഞ്ഞു മനോജ് പ്ലീസ്, ഞാനൊരു ഹോസ്റ്റലിലുള്ള ജീവിതമാണ് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇവൻ ഈ 3 ചട്ടി എന്തും കഴുകിക്കൊണ്ടുവരും. ഇപ്പോഴും നീ ഞാനെ പോയി കിളിക്കൂട്. അപ്പൊ കിളിക്കൂടായിട്ട് മറ്റേ കാക്കാത്തി എടുത്താൽ ജ്യോതിഷം കാക്കാത്തി. കാര്യമുണ്ട് കേട്ടോ. അല്ല കാര്യമുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യുവോ? ഞാനങ്ങനെ ചെയ്തു. നമ്പർ ഞാനും ചെയ്താറൊന്നല്ലേ? കഴുകില്ലെന്നല്ലോ ഉദ്ദേശിച്ചത്. ഞാനും കഴുകാറുണ്ട്. ഇതിപ്പോ ഷഡ്ഡിയുടെ അതിനെ ആർക്ക് യാതൊരു പേടിയില്ല. ഞാനും അല്ല ഒരു മിനിറ്റ്, നമ്മുടെ ചോദ്യം അതിനെ ആർക്ക് പേടിയില്ല. അതിനുള്ള ധൈര്യം എപ്പിസോഡായി മാറുമോ? ലോണ്ടറി ഇല്ല, ലോണ്ടറി ഇല്ല. 2 ദിവസം കഴിഞ്ഞാൽ തീരൻ റിലീസ് ആവും. ഓക്കെ, രാജേഷേട്ടന്റെ പേടി പറഞ്ഞോ. എനിക്ക് ഉയരം ഭയങ്കര പേടി. ഉയരം ഭയങ്കര പേടി. ഞാൻ പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ പേടി അങ്ങനെ എനിക്ക് ഈ ഇഴജന്തുക്കളെ പേടിയാണ്. ഈ പല്ലി, പല്ലീനെയൊക്കെ പല്ലി മാത്രം 8 വലി
അതിനെ പേടിയില്ല. എട്ടുകാലി എനിക്ക് കൊല്ലാനൊക്കെ പറ്റും. ഇനി ധീരൻ എടുത്ത ധീരനായ ഡയറക്ടറുടെ പേടി എന്താ? ഞാൻ ഇനി ഉത്തരം കോപ്പി അടിച്ചു എന്ന് പറയാം. എനിക്ക് സത്യമായിട്ടും ഇഴജന്തുക്കളെയാണ് ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്നത്. പ്രത്യേകിച്ച് പാമ്പിനെ എനിക്ക് പാമ്പിനെ പേടി. ശബരീഷേട്ടാ? എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് ആകപ്പാടെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയൻസിനെ എനിക്ക് പേടിയാണ്. ഏലിയൻസ് അന്യഗ്രഹ അവിടെ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. എയർപോർട്ടിൽ കൂടി വന്നുള്ള പേടിയുണ്ടോ? ഇല്ല, അതിന് ഐറിഷുകാരനെ സഹായിച്ചു. യുദ്ധത്തിന്റെ ഇടയിൽ ഖത്തർ എയർപോർട്ടിൽ പെട്ടതാ. ഖത്തർ ദോഹ എയർപോർട്ടില് അവർക്ക് 3 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് 36 മണിക്കൂറായിരുന്നു. ദോഹ എയർപോർട്ടിൽ ഞാൻ ഡീൽ ചെയ്യുന്നു. ലെഫ്റ്റ് റൈറ്റ് സെന്റർ ടോപ്പ് ബോട്ടം ഞാൻ പഠിച്ചു വെച്ചിട്ട് എവിടെയൊക്കെ ഓഫറുകളുണ്ട്, എവിടെയൊക്കെ സൗജന്യം എവിടെയൊക്കെ കിടന്നുറങ്ങാം, ഫ്ലൈറ്റ് റൂം എവിടെയാണ് എല്ലാം ഞാൻ പഠിച്ചു. അല്ല, അതിനിടയ്ക്ക് ഒരു ചോദിച്ചു ചോദിക്കട്ടെ, യുദ്ധമാണ് പേടി, ജഗദീഷാണ് പേടി? അവർക്ക് പേടിയില്ല, അവരുടെ മെക്കിട്ട് കയറുന്നില്ലല്ലോ. ചേട്ടാ, യുദ്ധം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പലരും. പക്ഷെ എനിക്ക് ജഗദീഷ് എന്നെ ഞങ്ങളെല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചു ആംബുലൻസിൽ കയറിയേക്കും. കാരണം ആരാ ഞങ്ങൾ ഡ്രൈവർ പറയൂ? ശബരീഷ്. അത് നിങ്ങളുടെ വ്യാജമായ പേടിയാണ്. അതിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള പേടിയാണ്. അല്ലല്ല, നീ നല്ല ഡ്രൈവറാണ്. നീ മുന്നോട്ട് എടുത്തപ്പോ വണ്ടി ബാക്കോട്ട് പോയത് എന്താ? അത് അതിനെ കുറിച്ച് ഒരു ദിവസം ശബരീഷേട്ടന്റെ ഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ക്യാമറ ഇതുപോലെ പാസഞ്ചർ സീറ്റിന്റെ അവിടെ ക്യാമറ ഉണ്ട്. ശബരീഷേട്ടൻ മാത്രം ഡ്രൈവ് ചെയ്ത് ഡയലോഗ് പറഞ്ഞു, അല്ല ഡയലോഗ് അല്ല, ജസ്റ്റ് വണ്ടി ഓടിച്ച് പോകുന്ന ഷോട്ടുകളാണ്. അപ്പോ ബാക്കില് ഞാനും ഇരിക്കുന്നുണ്ട്, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ആളും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ പോയി ഒരു പോയിന്റില് ശബരീഷേട്ടനെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്തു വണ്ടി. അത് മറ്റേ കഥയിലില്ലാത്ത ഡ്രിഫ്റ്റ് ആണ് അത്. അത് കഴിഞ്ഞ് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ മറ്റേ സൗണ്ട് റെക്കോർഡ്സ് ചേട്ടൻ, ഞാൻ പേടിച്ചിട്ടേ സൗണ്ട് മാർക്ക് ചെയ്യാൻ മറന്നുപോയിട്ട്. ആദ്യത്തെ കാര്യം ഓക്കെയാണ്, നമ്മൾ പിടിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ശബരീഷ് ഉഗ്രൻ ഡ്രൈവിംഗ് ആയിരുന്നു. അത് യാതൊരു സംശയം പറയാതിരിക്കാൻ പറ്റൂല. തുടക്കം വലിയ പ്രശ്നത്തെ കൊണ്ടുപോയേനെ. അതെ, പ്രാർത്ഥിച്ച് നേരെ റിവേഴ്സിട്ട് പോയി. ഞങ്ങൾ ധൈര്യമായിട്ട് അതിനകത്ത് ഇരിക്കാൻ ഒരു കപ്പാസിറ്റി തോന്നി. ഞാൻ ഒന്നും പേടിക്കുന്ന ശബരീഷാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പൊ ശബരീഷ് പകരം വേറെ ഡ്യൂപ്പ് വന്നാലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും ശബരീഷ് നമ്മളെ അതിന്റെ കാരണം എന്നറിയോ? ശബരീഷ് കണ്ണുപൂട്ടി ഓടിച്ചോണ്ടിരുന്നു ലാസ്റ്റ്. നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുമല്ലോ. ഇപ്പൊ ഓട്ടോ ഓടിക്കാൻ പഠിച്ചു, ബസ് കുറച്ച് ദൂരെങ്കിലും ഒന്ന് ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരെ എത്തിക്കാൻ നമ്മൾ പഠിച്ചില്ലേ? അതേപോലെ അശോക് ഏട്ടാ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വൈശാലി കുതിര അയ്യോ, അത് വന്ന ഡയലോഗ് ഒരു 12 അടി പൊക്കമുള്ള കുതിര. അത് വന്ന് ഷോർട്ടിൽ വന്ന്, അത് വേറെ ഒന്നുമല്ല, വേറെ കുറെ പേരുടെ ഒക്കെ ഡയലോഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് കയറി വരാം. ഇടയ്ക്ക് വന്ന് കുതിരയെ കൺട്രോൾ ചെയ്ത് ഈ ഡയലോഗിന്റെ ഇടയ്ക്ക് കയറി വരണം. കുതിര ചാടി ഇറങ്ങിട്ട് ഡയലോഗ് പറയണം. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും. രാത്രി എടുക്കുന്നത്. ഭരതേട്ടനാകുമ്പോ പെർഫെക്ഷന്റെ അങ്ങേയറ്റാണ്. അവനെ കഥ പറഞ്ഞിട്ടൊക്കെ ആലപ്പുഴ കുട്ടനാട് ടൂറിസമില്ല കഥ. അപ്പൊ അതിനകത്ത് ജോർജ് ഇത്തമുണ്ട്, തിരുവല്ല ബാബുണ്ട്, ഭരതേട്ടനുണ്ട്, ഞാനും ഉണ്ട്. ഞാൻ വന്ന് ഭരതേട്ടൻ അന്വേഷിച്ചു, അവരോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വന്നോ, വാ ഇരിക്കും. അപ്പൊ നമുക്ക് അതൊരു ഒരു നല്ല സംഭവമാണ്. ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. കുറെ വിശദീകരണമൊക്കെ നൽകി ഇതെല്ലാം പറഞ്ഞിട്ട് വീഡിയോ കഴിച്ച് അങ്ങനെ നടന്ന് കണിച്ചു, കട്ടിലെന്ന് കണിച്ചു. കൂടിയെ ഞാൻ പിടിക്കുന്നുണ്ട്. എല്ലാം ചേട്ടൻ ചോദിച്ചു, എടാ നിനക്കത് ചെയ്യാൻ പറ്റുമോ? ഞാൻ അതുകൂടി തകർന്നു പോയി. ഞാൻ കേട്ടു പറ്റില്ല ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി മനസ്സിൽ പകുതി അങ്ങനെ തീരുമാനിച്ചു. പക്ഷെ എന്തോ ഒരു ശക്തി പോലെ നമ്മളെ കൊണ്ടൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞു. ഭരതേട്ടന് മൂന്ന് സന്തോഷം കാരണപ്പെടും.
മതി അത് മതി അത് മതി. കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നു. അശോകേട്ടൻ മറ്റേ ആ പൊടി കെട്ടിയിട്ട് പറയുന്ന ഡയലോഗില്ല, അത് അശോകേട്ടനെ കൊണ്ട് മാത്രമേ അത് നടക്കുള്ളൂ. പൊടിയാണെന്ന് വേറൊരു കാര്യം ഭരതേട്ടനെ പോലത്തെ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് അവര് ആക്ടേഴ്സിനെ അങ്ങോട്ട് ഓൺ ചെയ്യും ആ ക്യാരക്ടേഴ്സ്. പിന്നെ യു ആർ ദ ക്യാരക്ടർ. ആ സ്നേഹമാണ് അവിടെ ഇൻഡിവിജ്വലിനോടുള്ള, അത് ഇറസ്പെക്ടീവ് ഓഫ് യുവർ ഏജ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാൽ നമ്മൾ ലൊക്കേഷനിൽ എത്താറായി. അന്ന് നമുക്ക് അന്താക്ഷരിയിലേക്ക് കിടക്കാൻ പോവാണ്. വിനീതേട്ടൻ, അശോകേട്ടൻ, മനോജേട്ടൻ, സുധീഷ് ഏട്ടൻ ഒരു ടീം, പിന്നെ നമ്മുടെ രാജേഷ് ഏട്ടനും, അവിടുന്ന് അശ്വതി, ദേവദത്തേട്ടൻ, സിദ്ധാർത്ഥേട്ടൻ, ബാക്ക് ബെഞ്ചേഴ്സ്, ഇങ്ങനെയായിരുന്നു അന്താക്ഷരി. അപ്പൊ മനോജേട്ടന്റെ ടീം ആദ്യം പാട്ട് പാടി തുടങ്ങിക്കോ. ഹംസഗീതം പാടി വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി തേങ്ങി ഞാനും വാൽക്കണ്ണാടി നോക്കി അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തെരകളല്ല, ചെമ്മാനം വാഴണ കൊറയരകൻ, അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണ്. ഒരു സാധനം ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ വർക്ക് ചെയ്ത ഒരാള് മനോഹരേട്ടാ, ആ ലാസ്റ്റ് ബിറ്റ് ഡാൻസ് ഇല്ലേ, ഈ പാട്ടിന്റെ ലാസ്റ്റ് ബിറ്റ് സൺസെറ്റില്, അതിന്റെ ഒരു സൺസെറ്റില് ഈ പാട്ടിന്റെ ലാസ്റ്റില് നമ്മള് സിംഗിൾ ഷോട്ട്, അതിനെ കുറിച്ച് ഒരു അതിനെ കുറിച്ച് പറഞ്ഞാൽ ഈ പാട്ട് പാടി അഭിനയിച്ച ഒരു വിധത്തിലാണ്. താരിത്തക്കിളി നാക്കിളി മുക്കിളി കൊച്ചു കളിക്കണ കടലിയും കുട്ടികൾ അക്കരെ മുത്ത് കണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കരവില് കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയച്ചണ്ടകൾ അറിവിത്തരിക മേലമടിച്ചു മുഴക്കുന്ന ചായര വന്ന കണക്ക് മണപ്പുറം ആകെ തരികട ദുരിതത്തെ. ഇത്രയും പഠിച്ച ആ പാട്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു. അവസാനമായപ്പം ഭരതേട്ടന് ഈ താളവട്ടം കൂടെ നമ്മളിപ്പോ എടുക്കുകയാണ്. നീ റെഡി, മുരളി നീ റെഡി ആയിക്കോ, നമ്മള് സൺസെറ്റിൽ ആ ഡെസ്കിൽ എടുത്ത് തീർക്കണമെന്ന് പറഞ്ഞു. ഒരു 3-4 പ്രാവശ്യം പുള്ളിയല്ലേ ഫുൾ ഒറ്റ സ്റ്റെപ്പിൽ എടുക്കുകയുള്ളൂ. ഞാൻ ഈ കടപ്പുറമല്ലേ, ഈ മണലങ്ങ് താന്നു പോവല്ലേ, വെള്ളം ഇങ്ങനെ വരും, നമ്മുടെ കാല് താന്നു പോകും. അപ്പം ഡബിൾ സ്ട്രെയിൻ ആണ്. ഞാന് 2 ടേക്ക് പരിപാടി തീർന്നു, ഞാൻ തളർന്ന് വീണുപോയി. എന്തായാലും ആ ടേക്ക്, രണ്ടാമത്തെ ടേക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ എന്നെ എടുത്തോണ്ട് പോയിരുന്നടാ. ഓ എന്റെ അമ്മയാ, ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം. അയ്യോ സാധ്യം. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയഴും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരുന്നു പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാരം, വെരി ഗുഡ്. പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. താലിമംഗലം നമ്മളാണ്. മഴവില്ലിലെ വെള്ളയ നൊമ്പരപ്പമ്പര ചുറ്റല് കണ്ടോ നീ, ഇടിമിന്നല് വെട്ടിയ വെട്ടത്തനെഞ്ചിലെ കീറല് കണ്ടോ നീ, കവിളത്ത് ഒന്നുകൂടെ പുഞ്ചിരിയെ വന്നുകൂടെ, നെറുകത്ത് ഒന്നുകൂടെ ഉമ്മകളെ തന്നുകൂടെ,
നടാതെ പാതിയായ പാഠമാണ് ഞാറ്റുവേലയെ വരാമോ മാറിലൂടെ ചാല് കീറി കാട്ടു ചോലയെ കളഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞു തുള്ളികൾ പഴുതിയൊഴുകും മധുരഹേ മന്ദം മനോരഞ്ജിനി ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാരസമോഹന അല്ല പ്രണയസുധാമയ മോഹന രാഗം അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലം സൂരയുണ്ട് വിമാനം നൽകി പോരാമോ ഒടിമീശുലക്കണ പ്രായം ഇടനെഞ്ചില് ബാൻഡടി മേളം പെരുന്നാളിന് പള്ളിയിൽ പോയതെന്ന് കൊതിച്ചാണ്. അല്ല അതെ ഏറ്റവും അടിപൊളിയായത് വിനീതിന്റെ അമ്പയറിംഗ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി. അങ്ങനെ നമ്മൾ വണ്ടിയിൽ അന്താക്ഷരിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടത്തെ ക്രിക്കറ്റ് കളിയും കഴിഞ്ഞ് മഴയും കഴിഞ്ഞ് ചായയും കുടിച്ച് ധീരൻ ടീം മൊത്തത്തിൽ ദേ ഇപ്പൊ ക്യൂ സ്റ്റുഡിയോയിലുണ്ട്. സോ ദേവത്തേട്ട, മനോജ് ചേട്ടാ, വിനീതേട്ട, അശോകൻ ചേട്ടാ, സുധീഷ് ചേട്ടാ, രാജേഷ് ചേട്ടാ, അഭിരാമേട്ട, ശബരീഷ് ചേട്ടാ, അശ്വതി ചേച്ചി, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. പേര് പറയണ്ടേ? തീർച്ചയായിട്ടും. ഇനി നമുക്ക് കുറച്ച് ധീരനെ കുറിച്ചൊക്കെ വിശേഷങ്ങളൊക്കെ പറയണം. കാരണം ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് വെള്ളത്തിന്റെ അടുത്താണ്. ധീരൻ വെള്ളം ജഗദീഷ് ചേട്ടനെ നമ്മള് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫൺ ഇന്റർവ്യൂ ആണ് നിങ്ങളുടെ ടീമിന്റെ കംപ്ലീറ്റ്. സോ ധീരനിലേക്ക് കടക്കുകയാണ് നമ്മള്. ഈ ധീരനും വെള്ളവും തമ്മിൽ എന്താണ് ബന്ധം? ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. ഭയങ്കര ബന്ധം. അത് ധീരനും വെള്ളമായിട്ടുള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി കുറച്ച് സ്പോയിലറാണ്. അത് കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വലിയ പ്രാധാന്യമുണ്ട്. അത് കഥയിലെ ഒരു ഭാഗമാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും റിലീസിന് ഇപ്പൊ 2 ദിവസമല്ലേ ഉള്ളൂ. 2 ദിവസം കൂടെ. തീരത്തിലെ കഥയാണ് വെള്ളം. അല്ല, തീരത്തിലെ കഥയാണ് വെള്ളം. അടുത്ത് ബന്ധമുള്ള അതെ. അപ്പൊ അതൊരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ജൂലൈ 4 പക്ഷെ എന്തോ അറിയാൻ എന്തെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിലാണ് മുഖത്ത് നോക്കി തരില്ല എന്ന് പറഞ്ഞു. വളരെയധികം ബന്ധമുണ്ടെന്ന്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും ഇന്റർവ്യൂസിലായാലും ഞെട്ടിക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ് കാസ്റ്റ് ആണ്. എങ്ങനെയായിരുന്നു ദേവദത്ത് ഇതിന്റെ കാസ്റ്റിംഗിലേക്കുള്ള പ്രോസസ്സ്? ഇതിപ്പോ ആക്ച്വലി ഒരു 3 വർഷം മുമ്പാണ് ധീരന്റെ എഴുത്തൊക്കെ തുടങ്ങുന്നതും. പിന്നെ ഏറ്റവും ആദ്യം വന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ചിയേഴ്സിൽ തന്നെയായിരുന്നു. അവർക്കത് കേട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ, ഞാനും ഗണേഷ് ചേട്ടനും ലക്ഷ്മി ചേച്ചിയും കൂടെ ആയിരുന്നു ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം. ആദ്യം വേറെ ഓപ്ഷൻസും ഒക്കെ, ഇപ്പോൾ ധീരന് വേണ്ടി തന്നെ പല ഓപ്ഷൻസ് വേറെ ഉണ്ടായിരുന്നു. ബാക്കി ഈ പറഞ്ഞപ്പോൾ മനോജേട്ടനും വിനീതേട്ടനൊക്കെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് തന്നെ ആദ്യം വന്ന ഇതാണ്. അശോകേട്ടൻ, ജഗദീഷ് ഏട്ടൻ, സിദ്ധുവേട്ടനും ഈ പറഞ്ഞ പോലെ ഒരു ഏകദേശം ഒരു ഫൈനൽ ഇതിലാണ് സിദ്ധുവേട്ടനൊക്കെ വരുന്നത്. അഭിരാമേട്ടനും ശബരീഷ് ഏട്ടനും ഒക്കെ അങ്ങനെ ഒരു
ലോങ് പ്രോസസ് ആയിരുന്നു ആക്ച്വലി. ഒരു 1.5 വർഷം കൊണ്ടാണ് ഇത് എല്ലാവരും നമുക്കിങ്ങനെ ആയി കിട്ടാനായിട്ടൊരു 1.5 വർഷം എടുത്തു. പടത്തിന്റെ കാസ്റ്റിംഗ് പോലെ തന്നെ സർപ്രൈസിങ് ആയിരുന്നു ഇതിന്റെ ഓരോ പോസ്റ്റുകളും അതിന്റെ കാര്യങ്ങളും. പിന്നെ അതിനുശേഷം ഭയങ്കര ട്രെൻഡായിട്ട് പോയത് നിങ്ങളുടെ ഇന്റർവ്യൂ തന്നെയാണ്. കുറെ കാലം മുന്നൊന്നും മനോജേട്ട, വിനീതേട്ട, അശോകേട്ട ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സീരീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയോ ഒന്നും നിങ്ങളുടെ തുടക്ക സമയത്തൊന്നും ഉണ്ടായില്ല, കുറെ കാലം വരെ ഉണ്ടായില്ല. ഈ പണ്ടത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഇന്റർവ്യൂ ഉണ്ട്, ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്? പണ്ട് അങ്ങനെ ഇന്റർവ്യൂ ഉണ്ടോ ഇനി? ഇത് ഇങ്ങനത്തെ മാഗസിൻസ് അതാണ് ഈ പരിപാടി പണ്ടില്ല. കുറെ ആവശ്യം തുടങ്ങി ഫോട്ടോഷൂട്ടിൽ കൂടിയാണ്. മാഗസിൻസിലൂടെയാണ് ആൾക്കാര് പ്രേക്ഷകര് ഓരോ പുതിയ സിനിമകള് അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഏതൊക്കെ പ്രോജക്ട്സ് ആണ്, വലിയ വലിയ പ്രഗത്ഭരായ സംവിധായകരുടെ പ്രോജക്ട്സ് ഏതാണെന്നൊക്കെ ഈ അനൗൺസ്മെന്റ്സിലൂടെ, അതുപോലെ സെറ്റ് കവർ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് ജേർണലിസ്റ്റ് വിൽ കം, അതൊരു ഉത്സവമാണ് ആക്ച്വലി ആർട്ടിസ്റ്റിനും. അപ്പൊ അന്ന് ഫോട്ടോ സെഷൻ അതൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെന്റോടുകൂടി നമ്മളെല്ലാരും ആ ഒരു ഫേസ് പോയിട്ട്. പക്ഷേ ഈ സെറ്റിൽ വന്നിട്ട് വീഡിയോ കവറേജ് ആദ്യം തുടങ്ങിയാരറിയോ? മമ്മൂക്കയാണ്. സുറുമി വീഡിയോ വിഷൻ എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് തോന്നുന്നു രഞ്ജി പണിക്കർ അതിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യാം. രഞ്ജി പണിക്കരാണ് മമ്മൂക്ക അത് അശോടെ ഓർമ്മയില്ലേ? അത് ആ കാലത്ത് 90s ഒരുപാട് സെറ്റ് നമ്മുടെയൊക്കെ സെറ്റിൽ വന്ന എനിക്ക് ഓർമ്മയുണ്ട്. സുറുമ വീഡിയോ വിഷൻ അതിലൂടെ കുറെ അങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ തുടക്കം ശരിക്കും അവിടെ നിന്നാണ്. അതെ അതെ. പക്ഷെ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ കാലത്ത് ആർട്ടിസ്റ്റിന്. ബിക്കോസ് നമ്മൾക്ക് ഈ പ്രേക്ഷകരായിട്ടുള്ള ഒരു കണക്ടിങ് ഫാക്ടർ എന്ന് പറഞ്ഞാല് ഈ മാഗസിൻസ് മെയിൻ. ആൻഡ് ഈവൻ ആർട്ടിസ്റ്റിന് നമ്മള് പോലും പല പ്രോജക്ട്സിനെ കുറിച്ചിട്ട് അറിയുന്നത് ഈ മാഗസിൻസിലൂടെയാണ്. ഇപ്പൊ ഞാനുണ്ട് ഇതില്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും ഇങ്ങനെ വിളിച്ചു ചോദിച്ച് നിങ്ങൾ അവൈലബിലിറ്റി അങ്ങനെയല്ല. ചില പ്രഗത്ഭരായ സംവിധായകര് അവര് ഇഷ്ടമുള്ള കാസ്റ്റിംഗ് ലെവൽ അനൗൺസ്, അത് കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യും. കാബുളിവാലക്കൊക്കെ എന്റെ പേര് ആദ്യം വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ആ സമയത്ത് എനിക്ക് ഐ കുഡന്റ് ബിലീവ് ഇറ്റ് ആക്ച്വലി. എന്റെ ഒരു കസിൻ വിളിച്ചു ചോദിച്ചു സിദ്ദിഖ്ലാലിന്റെ പടത്തിലുണ്ടോ ഇന്നസെന്റും ചേർത്ത്. ഞാൻ പറഞ്ഞു ഞാനോ, പരിയുടെയൊക്കെ ഷൂട്ടിംഗ് നടന്ന സമയമാണ്. അപ്പൊ അന്നാണ് ബാബുക്ക വിളിക്കുന്നതും. അവിടെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആക്ച്വലി. ഞാൻ എങ്ങനെ ഇതിൽ പ്ലേസ് ചെയ്യും, എന്നെ ഹ്യൂമറാണ് ആൻഡ് ആരെ കൂടെയാണ് അങ്ങനെ. ആ ഒരു കാലം അതായിരുന്നു. പക്ഷെ അതല്ലാതെ ഈ ഫോട്ടോ സെഷൻ ഒരു ഭയങ്കര എക്സൈറ്റിംഗ്, അത് ഭയങ്കര രസമായിരുന്നു. ഈ ഓണത്തിന് ഒരു ഫോട്ടോ സെഷൻ നമ്മളെല്ലാരും ചെയ്തിട്ടുണ്ട്. ഒരു പടാണെങ്കിൽ അതിലെ ഹീറോയിനും ഹീറോ ആയിട്ടും അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻസ്. മോഹനട്ടൊക്കെ ആയിരുന്നു, മോഹൻ കൊല്ലം, അദ്ദേഹമൊക്കെ ആയിരുന്നു ഇതിന്റെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ. പിന്നെ 90-കളിലൊക്കെ ഒരു പകുതി കഴിഞ്ഞ ചാനൽസ് ഒക്കെ വന്നു തുടങ്ങി. ഒരു ചാനൽ കൂടിയായി മറ്റേ പ്രോഗ്രാംസ് ഒരു ലേറ്റ് 90s ഒക്കെ അങ്ങോട്ട് ചാനൽസ് വന്നിട്ട് മെയിൻ ചാനൽസ് എല്ലാം വന്നത്. ഈ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 90-കളിലൊക്കെ വന്നിട്ടുണ്ടോ? സർഗത്തിനൊക്കെ ഞാൻ പല തിയേറ്ററിൽ പോയിട്ടുണ്ട്. കോഴിക്കോട് വേറൊരു കാര്യമുണ്ട്. അന്ന് സെന്റേഴ്സ് ആർ ലെസ്. 22 സെന്റർ 22 ഒക്കെ മാക്സിമം 18 to 22 റിലീസ് എന്റെ വേറൊരു വലിയ ഓർമ്മ എന്ന് വെച്ചാൽ ഈ ഞാനൊക്കെ ഈ നാനാ ചലച്ചിത്രം, വെള്ളി നക്ഷത്രം, ചിത്രഭൂമി ഇതൊക്കെ അന്നത്തെ പോപ്പുലർ. ഇത് ഇറങ്ങുന്ന ദിവസം ഈ സെറ്റില് അടിപിടിയായിരിക്കും. ആരെങ്കിലും ഞാനത് ഒളിപ്പിച്ചിട്ടൊക്കെ വെക്കണല്ലേ. അത് പലർക്കും പോകും, ആർട്ടിസ്റ്റ് എടുക്കും, ടെക്നീഷ്യൻസ് എടുക്കും. അങ്ങനെ ഒരു ടൈമായിരുന്നു. അതിനകത്ത് ന്യൂസ് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂബിൾ ആണ്. പിന്നെ ഭയങ്കര സംഭവമല്ല, കവർ പേജിലൊക്കെ വന്ന് കഴിഞ്ഞു. അല്ല, പുതുമുഖങ്ങളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. എത്രയോ പ്രഗത്ഭരായ ആർട്ടിസ്റ്റ് പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതുമുഖങ്ങൾ, അതായത് അപ്കമിങ് ആക്ടേഴ്സ് ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന്, അത് ഗോസിപ്പിന്റെ കോളാണ്. അത് ലാസ്റ്റ് 2 പേജിന് മുമ്പ് വരും അല്ലേ? അതിനകത്ത് ഗോസിപ്പ്. അതിനു വേണ്ടി സിനിമയിലല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ലാസ്റ്റ് പേജിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 2
ഹീറോയിന് കേൾസ് ഇട്ട് കൊടുക്കുന്നത് സിനിമയിലല്ല. പിന്നെ സെൻട്രൽ പേജിൽ ഒന്നെങ്കിൽ സിൽക്ക് സ്മിത അല്ലെങ്കിൽ അനുരാധയുടെ ഒരു പടം അതിനുവേണ്ടി കുറെ ആൾക്കാർ അതിനുവേണ്ടി മേടിക്കും. കാരണം അവർ ഇച്ചിരി എക്സ്പോസ് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നത്. എല്ലാത്തരം പ്രേക്ഷകരെയും പരിപാടികൾ മാക്സിം പറയത്തില്ല. അന്നത്തെ പല പല മാഗസിൻസിൽ അതൊരു അങ്ങനെ ഉണ്ട്. വെള്ളി നക്ഷത്രം ചലച്ചിത്രം മനോ ഒരു ഫിലിം മാഗസിൻ ഉണ്ടല്ലോ, മാസിക. ഒരു വെള്ളി നക്ഷത്രത്തിന്റെ ഇത് ഓർമ്മയുണ്ട്. ഫ്രണ്ട് പേജിൽ ലാലേട്ടന്റെ രാവണപ്രഭുവിലെ മറ്റേ സായികുമാർ മറ്റേ ക്യാപിറ്റലിലെ സായികുമാരേട്ടൻ വരുമ്പോ ദുബായിൽ വരുമ്പോ ഉള്ള സാധനമല്ലേ അത്. പിറകില് മമ്മൂക്കാന്റെ നരസിംഹത്തിലെ മറ്റേ സെൻട്രൽ പേജ് നീ സെൻട്രൽ പേജിലേക്ക് മാറിയോ? സെൻട്രൽ പേജ് ആദ്യം കീറിയെടുത്തു. സെൻട്രൽ പേജ് കീറിയിട്ടുള്ള അത് പറഞ്ഞില്ല സെൻട്രൽ സ്പ്രെഡ് സാധാരണ കിട്ടാറുള്ളത്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ന്യൂസ് മുഖചിത്രങ്ങൾ വന്നത്, നമ്മുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ്സ് വന്നത്, അതിന്റെ ആ ഫുൾ ബുക്സ് ഞാൻ ഇടയ്ക്ക് ഇപ്പൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കും. ഭയങ്കര രസമാണ്. ലൈക്ക് യു വിസിറ്റ് നമ്മുടെ മാത്രമല്ല പലരും അന്നത്തെ നമ്മുടെ കൂടെ ഇല്ലാത്ത കിളിക്കൂടുമായിട്ട് വരുമ്പം മാഗസിന് കയ്യിലുണ്ടാവും. അല്ല, അന്നത്തെ കാലത്ത് മാഗസിൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മാഗസിൻ യൂട്യൂബിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർക്ക് എങ്ങനെ സെൻട്രൽ പേജിന് പകരം വേറെ സംഭവം ഉണ്ടല്ലോ ഒന്ന്. ഇന്നത്തെ കാലത്ത് ഈ അവയർനെസ് എന്നുള്ളത് ബിക്കോസ് ആൾക്കാരെല്ലാം ഭയങ്കര ബിസിയാണ്. സോ അന്ന് there was time for ഇത്ര അധികം മീഡിയാസ് ഇല്ല, എന്റർടൈൻമെന്റ് ഇല്ല. അതെ, ദൂരദർശൻ അങ്ങനെയല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പം ഈ ആൾക്കാരെ ഒന്ന് ഓർമ്മിപ്പിക്കാം ഇതിനൊരു പ്രോജക്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡംസരാജ് ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. അവിടെ എത്തി നമ്മള്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു ടീമാണ്, നമ്മുടെ ഇപ്പുറത്തെ സൈഡ് ടീമാണ്. ഓക്കെ, സുരേഷ് പറയട്ടെ, അതൊരു അഭിനയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. പറയാൻ പോണേ ചേട്ടാ, പഴയ പടമാണോ പുതിയ പടമാണോ? മീഡിയം അശോകേട്ടന്റെ പടമാണോ? അശോകേട്ടൻ ഗംഭീര പെർഫോമൻസ് ആണ്. ഇനി പേര് അഭിനയിക്കണേ. എത്ര അക്ഷരം ഉണ്ടാവും? വലിയ പേര്. ഇൻ ഹരിയർ നഗർ. ആ ഗോഡ് ഫാദർ അല്ലല്ല, ഫുൾ പേര് പറഞ്ഞു. അടിപൊളി. ഓക്കെ, ഇനി രാജേഷേട്ടൻ. രാജേഷേട്ടൻ തന്നെ. അത് ഇവിടെ പറഞ്ഞല്ലോ. എനിക്കറിയാം, മീശവാദല്ലേ. ഓക്കെ അല്ലേ? ടൈം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തൊക്കെ കളിക്കുന്നത്? പഴയ പടാണോ പുതിയ പടാണോ? പഴയത് അല്ല, പുതിയത് അല്ല, ഇടയ്ക്ക് 2000 ബാലേട്ടൻ കാലഘട്ടം. എത്ര വേർഡ്സ് ഉണ്ട് സിനിമയുടെ പേരില്? 2 വേർഡ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് അതാരും പറഞ്ഞു. അശോകേട്ടാ, അശോകേട്ടൻ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് കൊടുത്തോട്ടെ ഒരു പേര്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ അശോകേട്ടാ. പഴയ പടമാണോ കേട്ടാ? മീഡിയം. 90s 2000 90s. ഇപ്പോഴാ 90s ഇപ്പോഴല്ലോ. ഇത് ടീമാണ്. പുതിയ പടം. പുതിയ പടം. ആ, തുടരും. എനിക്കൊന്നും പറഞ്ഞ
Okay, your time. അയ്യോ മത അവനെ കാണിക്കുന്നത് എങ്ങനെയാണ്? Your time. ഉണ്ണി വന്നില്ല. Your time starts now. Now. തുടങ്ങി. പൃഥ്വിരാജ്. ചെറുപ്പം തൊട്ട് വലുത് വരെയുള്ള കഥ ചെറുത് അല്ല ചേട്ടനും അനിയനുള്ള ഒരു പടം ആയിട്ടുള്ള പടമാണോ? അല്ല ചെറുത് വലുത് ഏത് മുദ്ര കാണിച്ച് ഈസി ആയിട്ട് ടൈം സ്റ്റാർട്ട്. രണ്ട് വാക്ക്. രണ്ട് വാക്ക്. റോബോട്ട് യന്ത്ര ഇന്ദ്രൻ. പിന്നെ അല്ല നമുക്ക് തെറ്റിക്കാം. യന്ത്രമനുഷ്യൻ എന്തിരൻ അല്ല മലയാളത്തിലുള്ള യന്ത്രം. സുരാജ് അഭിനയിച്ച പടം. അല്ല ഞാൻ പറഞ്ഞില്ലേ കണ്ടുപിടിക്കാനേ എനിക്ക് പറഞ്ഞു. Your time starts now. മലയാളം എങ്ങനെ? മലയാളം സിനിമ. മലയാള സിനിമ എത്ര വാക്ക്? മനോജേട്ടൻ കിട്ടും. ജാങ്കോ. ഇത് രണ്ടുമല്ല. നിങ്ങൾ ഇത് രണ്ടുമല്ല. ആൾക്കാരൊന്നുമല്ല. മലയാളം ഇംഗ്ലീഷ് ഹിന്ദിയാണോ? തമിഴ്. ഞാൻ ചോദിച്ചു തമിഴാണോ? കമലഹാസൻ അങ്ങനെ ആൾക്കാരൊന്നുമല്ല. കമലഹാസനാണോ? കമലഹാസനില്ലേ? കമലഹാസനെ പോലത്തെ. ഞാൻ പറഞ്ഞത് തെറ്റി. തമിഴ് പടമല്ല, മലയാളം തന്നെയാ. പിന്നെ അവിടെ അങ്ങോട്ട് പോയി നടന്നിട്ട് കാര്യമുണ്ടോ? അല്ല തമിഴ് പേരാണോ ചോദിച്ചത്? അത് ആക്ടറായി പോയി. പക്ഷെ പുള്ളി മലയാളത്തിൽ അന്വേഷിച്ച പടം. നിങ്ങൾ ഒരു പോയിന്റ് കിട്ടി. പണം പറയട്ടെ. ചാണക്യൻ. കമലഹാസൻ. പിന്നെ എന്താ സമയം തുടങ്ങി. ലാലേട്ടൻ. മമ്മൂക്ക. നിങ്ങൾ തെറ്റിക്കാൻ രണ്ട് വാക്ക്. ഫസ്റ്റ് രണ്ടാമത്തെ 90. വീരം. ഒരു വടക്കൻ വീരകഥ. വീരം. വീരകഥ. ഒരു വടക്കൻ വീരകഥ. അല്ല അവരാ പറയണ്ടേ. അവരാ ചെയ്തതിന്റെ എല്ലാവരും പറഞ്ഞു തന്നെ. നിങ്ങൾ എന്തായാലും പറയാൻ പോകുന്നു. മൂന്ന് വാക്ക്. പഴയത്, ഇടയ്ക്ക്, ഇപ്പോഴത്തെ. ആരെ അഭിനയി സൂപ്പർ സ്റ്റാർ വല്ലതും ഉണ്ടോ? മമ്മൂട്ടി, ലക്ഷ്മി. അവരുടെ അങ്ങനെ പറ്റത്തില്ല. ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫ് നായകനായിട്ട് അഭിനയിക്കുന്നു. അതേതോ ഇവിടെ രണ്ട് പടത്തിൽ 3 വാക്കുണ്ട്. ഒന്നാമത്തെ യെസ്. കടോരം മീ അണ്ട കെട്ടാ. കഠിനം കാണിക്കാൻ വേണ്ടി മനോജന്റെ ഡയറക്റ്റ് ആയിട്ട് പറയാം. പാതയോ
ഫസ്റ്റ് ഞാൻ അതല്ലേ പറയുള്ളൂ. പാതയത്തിൽ എന്താ കാണിച്ചേ? ആക്ഷൻ എന്താ കാണിച്ചേ? ഒന്നും കാണിച്ചില്ല. ഞാൻ മമ്മൂക്ക. അല്ല, അത് കാണിച്ചിട്ട് പാതയം പറഞ്ഞു. മമ്മൂക്ക ഒറ്റ വാക്ക് പറഞ്ഞു. ഞാൻ പാതയും പറഞ്ഞു. കറക്റ്റ് പാതയം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പാതയൊന്നുമല്ല. അതിന്റെ ആവശ്യം ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന സിനിമകളാണ്. ആ സിനിമയിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് 4 ക്ലൂ ഞാൻ പറയും. അതായത് അവരുടെ സാഹചര്യം, അവർ ആ സിനിമയിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നുള്ള ഒരു 4 ക്ലൂ ഞാൻ പറയും. 3 ക്ലൂയിലെങ്കിലും ഉത്തരം പറയണം. 4ാമത്തെ ക്ലൂ എന്തിനാ പിന്നെ? അത് കിട്ടിയില്ലെങ്കിൽ 4ാമത്തെ ക്ലൂ. കിട്ടിയില്ലെങ്കിൽ 4ാമത്തെ ക്ലൂ. സിനിമയാണോ കഥാപാത്രം പറയണോ? കഥാപാത്രം. ഓക്കെ. ഈ ക്യാരക്ടറിനെ കുറിച്ചുള്ള ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത്, ഇയാൾക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഭയങ്കര ഇഷ്ടമാണ്. മഹേഷിന്റെ പ്രതികാരം അല്ല. അല്ല, മോഹൻലാലിന്റെ ഫോട്ടോഗ്രാഫർ അല്ല. അടുത്ത പറ. ഷോപ്പിംഗ് ബില്ലുകൾ വീട്ടിൽ പൊക്കുമ്പോഴാണ് മിക്കപ്പോഴും ഈ ക്യാരക്ടറിന്റെ വീട്ടിൽ സീൻ ആവാറുള്ളത്, പ്രശ്നം ഉണ്ടാവാറുള്ളത്. ഷോപ്പിംഗ് ബില്ലുകള് ഈ ക്യാരക്ടറിന്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ വീട്ടില് പൊക്കുന്ന സമയത്താണ്, അതായത് കയ്യോടുകൂടെ പിടിക്കുമ്പോഴാണ് ക്യാരക്ടറിന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമാവാറുള്ളത്. മഞ്ഞ കളർ ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്റെ കാറിനും മഞ്ഞ കളറാണ്. ഇത് അടുത്ത കാലത്തൊന്നും ഇവിടാണോ? കുറെ കാലമായിട്ടില്ല, എന്നാലും മഹേഷും മാരുതി. അത്രയൊന്നും ആയിട്ടില്ല. മഹേഷും മാരുതി അല്ല. എനിക്ക് മനസ്സിലായി. നീരജ് മാധവന്റെ മറ്റേ പടമല്ലേ? ഏത്? അതല്ലേ മഹേഷും അല്ല. ഞാൻ ക്ലൂ പറയട്ടെ, 4ാമത്തെ ക്ലൂ കൂടെ പറയട്ടെ. മഞ്ഞ കളർ ഒരു ആലോചിക്കട്ടെ സമയം. മഞ്ഞ കളർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്റെ കാറിന്റെ കളർ മഞ്ഞയാണ്. അല്ല, ഇത് ഏത് വർഷം? ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമൊക്കെ ഉണ്ടാവും. 10-11 വർഷമൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് ക്ലൂ ഒന്നും ചിലപ്പോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എവിടെയാണെന്ന് ഇപ്പൊ എനിക്ക് പോലും അറിയില്ല. അല്ല. ഞാൻ ക്യാരക്ടറിന്റെ പേര് പറയാം, അപ്പൊ നിങ്ങൾക്ക് ആ ഫോം കിട്ടും. ആർക്കെങ്കിലും അറിയോ? പുറത്ത് ഓഡിയൻസിന്റെ ഉള്ള അവസരം പറയില്ലേ? അവർക്കൊക്കെ അറിയാം. ഞാൻ പറയാൻ പിടിക്കാം. പറയട്ടെ, ക്യാരക്ടറിന്റെ പേര് ഞാൻ പറയട്ടെ. വരുൺ പ്രഭാകർ. ദൃശ്യം. കിട്ടിയില്ലേ? നമ്മള് മെയിൻ ക്യാരക്ടറാണ്. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇഷ്ടമുള്ള ആളാണ്. അടുത്ത ക്യാരക്ടറിനുള്ള ക്ലൂ പറയാണ്, സിമ്പിൾ ആണ്. ഞാനൊരു ഡോക്ടറാണ്. ആദ്യത്തെ ക്ലൂ. 2ാമത്തെ ക്ലൂ, എന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ടാണ് ഞാൻ വിദേശത്ത് നിന്ന് വന്നത്. ഡോക്ടർ. 3ാമത്തെ ക്ലൂ, മോഡേൺ സൈക്കോളജിയിൽ 2 thesis എന്റെ ക്യാരക്ടറിന്റെ. റൂംമേറ്റിന്റെ പ്രണയം കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ ക്ലൂ. സൂപ്പർ ശരണ്യ. ഇത് ഇച്ചിരി പഴയതാ. അല്ല, ഇച്ചിരി പഴയതാ. റൂംമേറ്റിന്റെ പ്രണയം കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുകയാണ്. വന്ദനം. അല്ല. അടുത്ത ക്ലൂ പറയട്ടെ. അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് ഞാൻ. അത്യാവശ്യം ഇംഗ്ലീഷ്. ക്യാരക്ടറിന്റെ പേര് സിനിമ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോണെന്നാണ് എന്റെ ഒരേ ഒരു ലക്ഷ്യം. ഈ ക്യാരക്ടറിന്റെ ലക്ഷ്യം എന്ന് പറയാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പോണെന്നാണ്. കേക്ക് എനിക്കൊരു പേടി സ്വപ്നമാണ്. കേക്ക് എന്ന് പറയുന്ന ഐറ്റം ഈ ക്യാരക്ടറിന് ഒരു പേടി സ്വപ്നമാണ്. ഒരു കല്യാണത്തിന് പോയതാണ് എന്റെ ലൈഫ് മാറ്റിമറിച്ചത്. മീനത്തിൽ തലയിട്ട്. അല്ല. അതിലെവിടെ കേക്കില്ല. ലാസ്റ്റ് ക്ലൂ. ബെസ്റ്റ് എംപ്ലോയി അവാർഡായിട്ട് കിട്ടിയത് എനിക്കൊരു കോഴിക്കിരീടമാണ്. നിങ്ങൾ പറഞ്ഞ പുതിയ പടം. ഇനി എത്ര ഉണ്ട്? ഇനി ലാസ്റ്റ് ക്യാരക്ടറാണ്. നമ്മളൊന്നും പറഞ്ഞില്ല. പഴയ പോകുന്നതിനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത ക്യാരക്ടർ ഉള്ള ആദ്യത്തെ ക്ലൂ.
കിട്ടി. ഓ സോറി, ഞാൻ ടൈപ്പ് ചെയ്ത് എനിക്ക് വായിക്കാൻ പറ്റണ്ടായി. ക്യാരക്ടറിന്റെ പേരാണ് പറയേണ്ടത്. ക്യാരക്ടറിലെ ആദ്യത്തെ ക്ലൂ. ഞാൻ നടത്തിയ സമരത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്റെ കോളേജിൽ കമ്പ്യൂട്ടർ ലാബ് വന്നത്. പറയാൻ പാടില്ലേ? രണ്ടാമത്തെ ക്ലൂ വേണേ പറയാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്റെ ഭർത്താവും മകളും വിദേശത്താണ്, ഞാൻ നാട്ടില് സർക്കാർ ജോലിയാണ്. ഭർത്താവും മകളും വിദേശത്താണ്, എനിക്ക് നാട്ടില് സർക്കാർ ജോലിയാണ്. ഞാൻ നടത്തിയ സമരത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്റെ കോളേജിൽ കമ്പ്യൂട്ടർ ലാബ് വന്നത്. അടുത്ത ക്ലൂ ഭയങ്കര ഒബ്വിയസ് ആയി പോയത്, വേണ്ട. ഓക്കെ, എന്റെ ഈ സിനിമയിൽ ഞാൻ ഇട്ട ഡ്രസ്സ് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. ഞാൻ എടുത്ത സാരി ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. പക്ഷെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അതെങ്കിലും ചെയ്യും. ഞാൻ സിനിമയുടെ പേര് പറ. ആയിഷ. അയ്യോ, അറിയൂ ഏതെങ്കിലും ഒക്കെ പറയടാ, കുഴപ്പമില്ല. നമുക്ക് പേര് ഹൗ ഓൾഡ് അറിയൂലേ? ഒരു പോയിന്റെങ്കിലും ഒരു സാചേർത്തല്ലേ പേര് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പാട്ടുകളുടെ വരികൾ ഞാൻ പറയാം. അത് ഏത് പാട്ടാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പാട്ടിന്റെ ഇടയിൽ നിന്നുള്ള ഒരു 4 വരിയായിരിക്കും ഞാൻ പറയാം. അത് ഏത് പാട്ടാണെന്ന് കാൽപാദം മൂടുവാൻ നൂപുരം കോർത്തു ചാർത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ. നമുക്ക് അറിയുന്ന പാട്ടാണ്. അറിയാവുന്ന പാട്ടാ. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇതല്ലേ മിന്നൽ നൂലുമായി നിൽക്കണ്ടോ അതിനകത്ത്? കാൽപ്പടം മൂടുവാൻ നൂപുരം മിന്നൽ നൂലുമായി തിരനുരയും മുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഇനി ഒരു സർപ്രൈസ് ഫോട്ടോ കാണിക്കാം. ഇതിനകത്ത് ഒരാളെ ഒന്ന് കണ്ടുപിടിച്ച് ആരൊക്കെയാ നിക്കുന്നതൊക്കെ? ഇങ്ങേരുന്നൊരു കുരുന്ന് നിപ്പുണ്ട്, ഒരു കുരുന്ന്. ഇത് വെങ്കലത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഭരതേട്ടന്റെ പിറന്നാൾ ആഘോഷം എങ്കക്കാട്ടിലെ ഭരതേട്ടന്റെ തറവാട്ട് വീട്ടിൽ വെച്ച് നടത്തുന്നു. അന്ന് ഒരു ദിവസം ഷൂട്ടിങ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. എല്ലാവരും, ഞാൻ മുരളിച്ചേട്ടന്, ഉർവശി ചേച്ചി, ലളിത ചേച്ചി, ഇവന് സിദ്ധു ഉണ്ട് അവിടെ. അപ്പൊ എല്ലാവരും അവിടെ നിന്ന് പാട്ടും പാടൊക്കെ ആയിട്ട് നല്ല സദ്യയൊക്കെ ആയിട്ട് നല്ല ഓർമ്മയായിരുന്നു. ആ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഫുൾ ടൈം പാട്ട്. ഭരതേട്ടൻ കൂടിയാ പിന്നെ പാട്ടേ ഉള്ളൂ. അപ്പൊ അന്നിപ്പോ അവിടെ ഉണ്ട് കുഞ്ഞു കുഞ്ഞ്. എത്ര വയസ്സുണ്ട് നോക്ക്? എത്ര ആണോ? 8 വയസ്സ്. 8 വയസ്സ്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് സിദ്ധു. ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഷൂട്ടിംഗ് സെറ്റ് ആയിരുന്നു. ഇപ്പൊ ഈ സംസാരത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ധീരനും നല്ലൊരു ഓർമ്മയാവട്ടെ, നല്ല ഒരുപാട് ചിരിക്കാനുള്ള മൊമെന്റ്സ് വരട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്കും ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ സംസാരിച്ചപ്പോ. സന്തോഷം. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്.